ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരത്തിൻ്റെ ബർത്ത്ഡേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് ധിക്കരിച്ചു പോയ രേവതിയോട് സച്ചി പകരം വീട്ടുന്നത് കുടിച്ചു വന്നിട്ടാണ്. തലേന്ന് മുഴുവൻ വാ തോരാതെ ഓരോന്ന് പറഞ്ഞ് എപ്പോഴോ ഉറങ്ങിപ്പോയി സച്ചി. നേരം വെളുത്ത് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ പുറപ്പെടുന്ന സച്ചിയോട് സച്ചിയേട്ടാ ചായ എന്ന് പറയുന്നുണ്ട് രേവതി. അന്നേരം സച്ചി പറയുന്നത്, ഇങ്ങനെയുള്ള ഭാര്യമാരുടെ കൂടെ ജീവിക്കണമെങ്കിൽ ചായയും കോഫിയുമല്ല മദ്യം തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് താക്കോൽ ബെഡിലേക്ക് എറിഞ്ഞ് കുളിക്കാൻ പോകുന്നുണ്ട്. കുളിച്ചു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്ന് സച്ചി താക്കോൽ തിരിഞ്ഞപ്പോൾ താക്കോൽ കാണുന്നില്ല. സച്ചി അവിടെ എല്ലായിടത്തും തപ്പുന്നുണ്ട്. അന്നേരം രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ തപ്പുന്നത് എന്ന്. അച്ഛാ, വണ്ടിയുടെ താക്കോല് കാണുന്നില്ല എന്ന് പറയാണ് സച്ചി. അത് കേട്ടതും ചന്ദ്രമതിക്ക് ഉഷാറായി. ഇന്നലെ 4 കാലിലല്ലേ വന്നത്, അവന് കാറിന്റെ കീ വെച്ചത് ഓർമ്മയില്ല എന്ന്. അത് കേട്ടത് രേവതി, ഇതാ സച്ചിയേട്ടാ കീ എന്ന് പറയുന്നുണ്ട്. രേവതിയുടെ കയ്യിൽ നിന്നും കീ വാങ്ങി ദേഷ്യത്തോടെ അവളെ നോക്കുന്നുണ്ട് സച്ചി. അന്നേരം രവിയേട്ടൻ പറയുന്നത്, ഇന്നു നീ കാറിന്റെ കീ മറന്നു, നാളെ കാറ് തന്നെ മറക്കുമല്ലോ, നീ കുടി നിർത്തുന്നതാണ് സച്ചി നിനക്ക് നല്ലത് എന്ന്. പിന്നീട് രേവതി ഒന്നും അറിയാത്ത പോലെ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. ഇത് കണ്ട് സച്ചി അടുക്കളയിലേക്ക് പോയി, ഇന്നലെ ഞാൻ റൂമിൽ വെച്ച കീ എടുത്ത് നീ ഒളിപ്പിച്ചു വെച്ചു, ഞാൻ കുടിച്ചിട്ടാ വന്നത് എന്ന് അറിയിക്കാനല്ലടി നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. അതിന് രേവതി പറഞ്ഞത്, ദിവസം ഇങ്ങനെ കുടിച്ചിട്ട് വന്നാൽ ആരോഗ്യമൊക്കെ മോശമാവില്ലേ എന്ന്. നിർത്തടി, നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല, അതുകൊണ്ട് എൻ്റെ മനസ്സ് കെട്ടുപോയി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സച്ചി പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതാണ് പ്രൊമോ റിവ്യൂ ആയി കാണിച്ചത്. പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.